നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ 5 പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇറ്റലിയിൽ നിന്ന് വന്ന 3 പേർക്കും അവരുടെ 2 ബന്ധുക്കൾക്കുമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് വന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതീവ ഗുരുതര വീഴ്ചയാണ്. ഫെബ്രുവരി 28-ന് വെനീസിൽ നിന്നും ദോഹയിലെത്തിയ രോഗബാധിതരായ ദമ്പതികളും ഇവരുടെ മകനും അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിലാണ് കൊച്ചിയിലേക്ക് എത്തിയത്. കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ആ വിവരം വിമാനത്താവളത്തിൽ അറിയിച്ച് പരിശോധന നടത്തി വേണം പുറത്തിറങ്ങാനെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശം നൽകിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച പ്രവാസി കുടുംബം കൊച്ചി വിമാനത്താവളത്തിൽ ഈ പരിശോധനയ്ക്ക് വിധേയരാവാതെയാണ് പുറത്തേക്കിറങ്ങിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അധികൃതരെ കബളിപ്പിച്ച് വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയ ഇവരെ സ്വീകരിക്കാൻ പത്തനംതിട്ട സ്വദേശികളായ 2 ബന്ധുക്കൾ എത്തിയിരുന്നു. തുടർന്ന് സ്വകാര്യ കാറിൽ ഇവർ 5 പേരും കൂടി പത്തനംതിട്ടയിലേക്ക് തിരിക്കുകയും ചെയ്തു. മാർച്ച് 1 രാവിലെ 8:20 കൊച്ചിയിലെത്തിയ ഇവർ മാർച്ച് 6 വരെ പത്തനംതിട്ടയിൽ പല ഭാഗത്തുമായി സഞ്ചരിക്കുകയും നിരവധി പേരുമായി ഇടപഴകുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം കണ്ടെത്തുക എന്ന ഭഗീരഥ പ്രയത്നമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് മുൻപിലുള്ളത് തന്നെ. അങ്ങനെ ദോഹയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇവർ വന്ന വിമാനത്തിൽ തന്നെ 350ഓളം പേരുണ്ടായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രവാസി കുടുംബം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പരിശോധനയോട് സഹകരിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്ര സങ്കീർണമാവില്ലായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ തുറന്നു പറയുകയുണ്ടായി. തീർത്തും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് രോഗബാധിതരിൽ നിന്നും ഉണ്ടായത്. എന്നാൽ രോഗികളായ സ്ഥിതിക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ആരോഗ്യ വകുപ്പിന് ഒന്നും മറച്ചു വെക്കാനാവില്ല. പരിശോധനകളുമായി സഹകരിച്ചാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ എല്ലാവർക്കും ഉണ്ടാവൂ എന്നും ശൈലജ ടീച്ചർ പറയുകയുണ്ടായി. രോഗവിവരം അവർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും സമൂഹത്തിനും അത് ഗുണം ചെയ്തേനെ. ഇതിപ്പോൾ എത്ര ആളുകളാണ് ഇനി ആശങ്കയോടെ ജീവിക്കേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. എത്രയോ ദിവസങ്ങളായി ഊണുമുറക്കം ഉപേക്ഷിച്ച് ആരോഗ്യ പ്രവർത്തകർ കൊറോണ വൈറസിനെതിരെ പോരാടി വരികയാണ്. അവരോട് സഹകരിക്കാതെയാണ് ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാണ്? വിദേശത്തു നിന്നും വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അടുത്തുള്ള മെഡിക്കൽ ഓഫീസറെ കണ്ട് രോഗവിവരം അറിയിക്കണമെന്നും പറയുകയുണ്ടായി. അതിലെന്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത്? ഞങ്ങളെ സമീപിച്ച എല്ലാവരെയും വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ പരിചരിക്കുന്നത്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണങ്ങൾ വെളിപ്പെടാൻ 14 ദിവസം വരെ വേണ്ടിവരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം നമ്മളുമായി ഇടപെട്ടവരിൽ എല്ലാം രോഗബാധയ്ക്ക് സാധ്യതയും കൽപ്പിച്ചു വരികയാണ്. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവരെയും രക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ഇത്ര കർശനമായി ഇടപെടുന്നത്. ദയവായി എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്നും ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിനാൽ തന്നെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തുന്ന ഓരോ പ്രവാസികളും കർശന പരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.